മീറ്റിലേക്ക് എല്ലാവരെയും ശ്രദ്ധ ക്ഷണിക്കുന്നു. സാറേ, എന്റെ കുഞ്ഞിനെ കാണുന്നില്ല സാറേ, എന്തെങ്കിലും ഒന്ന് ചെയ്യണം. കണ്ട ബംഗാളികളുടെ കേസ് നമ്മൾ എടുക്കണം. സുജിത്തെ ഒന്ന് പോയി നോക്കണോ? എന്താടാ വന്ന് പോലീസ് സ്റ്റേഷനിൽ കയറി കളിച്ചു തുടങ്ങിയോ? സാറേ, വേറെ വഴിയില്ല കേട്ടോ, ഞങ്ങളെ കുഞ്ഞിനെ കാണുന്നില്ല സാറേ. അമ്മ അമ്മ ഇവനോട് ദിവസം ഇവൻ പറയണം. അതെ സാറേ, എന്റെ കുഞ്ഞിനൊന്നും ചെയ്യലേ. ഒരു പെങ്ങളെന്ന് വെച്ചാൽ ജീവനാ. ഞങ്ങളോട് പറയുന്നത് എങ്ങും പോലെ എന്തെങ്കിലും ഒന്ന് ഞങ്ങളെ ചെയ്ത് കുഞ്ഞിനെ കണ്ടുപിടിച്ച് താ സാറേ. പാലകൾ പൂത്തു തുടങ്ങി. പക്ഷേ രാത്രി പുറത്തിറങ്ങാൻ രക്ഷയ്ക്ക് വരെ വരികയാണ്. സമർപ്പണം അളവില്ലാതെ പിച്ച് ചെയ്യപ്പെടുന്ന പെൺജന്മക്കല്ല, മറിച്ച് ഒരു മെഴുകുതിരി കത്തിത്തീരുന്നവരെ സഹതാപവേഷം കെട്ടിയാടി ഇതെനിക്ക് ഒരിക്കലും സംഭവിക്കില്ല എന്ന് കരുതിയിരിക്കുന്ന എനിക്കും നിങ്ങൾക്കും. പൊന്നു പൊന്നു ഇവിടെ വാടിയാൽ മതി. അയ്യോ അച്ഛ അച്ഛ, ഇന്ന് പോയി വരുമ്പോ മോക്കൊരു ചോക്ലേറ്റ് വാങ്ങിക്കൊണ്ടുവരുമോ? എനിക്ക് അച്ഛൻ്റെ പൊന്നുമകൾക്ക് അച്ഛൻ അമ്മയും ടൗണിൽ പോയി വരുമ്പോ എല്ലാം വാങ്ങിക്കൊണ്ട് വരാട്ടോ. രണ്ടുപേരും ഇവിടെ നിൽക്കാണോ? പൊന്നു അമ്മ ഭക്ഷണം എടുത്ത് വെച്ചിട്ടുണ്ട്, കഴിക്കണം, പഠിക്കണം, അവനോട് തന്നെ കേട്ടോ. ഏട്ടാ പോവാ. അയ്യോ അച്ഛൻ പുറത്തോട്ട് പോയല്ലോ, എന്ത് പറ്റി? അറിയായിരുന്നോ? എന്നാലും അങ്കിളിന്റെ സുന്ദരിക്കുട്ടിക്ക് അങ്കിൾ എന്താ കൊണ്ടുവന്നത് കണ്ടേ? ചോക്ലേറ്റ് മോക്കാണോ? മോക്കിത് വലിയ ഇഷ്ടാ. താങ്ക് യു. എന്തായി കാണിക്കുന്നേ? എങ്ങനെയൊക്കെ തൊടുന്നേ? പേടിയാ. എങ്ങനെയൊന്നും ചെയ്യല്ലേ, മോക്ക് വേദനയാ. എന്തിനാ മോള് പേടിക്കുന്നേ? അങ്കിളല്ലേടാ, എന്തിനാ പേടിക്കുന്നേ? മിണ്ടലടി. മോളെ ഒന്നും ചെയ്യല്ലേ, മോക്ക് പേടിയാണോ? ചത്തു. പോലീസ് മനുഷ്യ മനസാക്ഷിയെ നട്ടിച്ചിരിക്കുന്ന ഒരു ധാരണ കൃത്യമായിട്ട് ഇവിടെ ഇറങ്ങിയിരിക്കുന്നത്. നമുക്ക് നാട്ടുകാരോട് തന്നെ ചോദിക്കാം. അല്ലേലും എന്നാ പറയാനാ, കണ്ട ബംഗാളികളൊക്കെ ഇവിടെ വന്ന് താമസിച്ചാലേ ഇതൊക്കെ തന്നെയാ അവസ്ഥ. എന്തോ ഈ പറയണേ? കർമ്മങ്ങൾ ചെയ്യേ നടക്കില്ല. അതും ഏതോ അന്യനാട്ടിൽ നിന്ന് വന്ന കുട്ടിക്കായി നടക്കില്ല. ബുദ്ധിമുട്ടാണ്. എനിക്കും എൻ്റെ ഫോഴ്സിനും കുട്ടിയെ രക്ഷിക്കാനായാലും ക്രിമിനൽ ഇനങ്ങൾ കണ്ടെത്തി ഞാനും എൻ്റെ പാർട്ടിയും ഇതിനെതിരെ ശക്തമായി പ്രതിഷേധിക്കും. പക്ഷേ എല്ലാവരും വോട്ട് ചെയ്യണം. മാർഗേ, എന്റെ മോളെ ഞാനൊന്ന് കാണട്ടെ. നമ്മളെ മോളെ കിട്ടിയോ? നമ്മളെ മോളെ കിട്ടി. ഏട്ടാ, എന്റെ കുഞ്ഞ് ഉറങ്ങുക. എന്റെ കുഞ്ഞ് ഉറങ്ങിക്കോട്ടെ. സ്കൂളിൽ നിന്ന് വന്നതല്ലേ, യൂണിഫോം ഇട്ടതല്ലേ, തണുത്തിട്ടുണ്ടാവൂ. എന്റെ കുഞ്ഞ് പൊതച്ച് കിടന്നോട്ടെ ഏട്ടാ, എന്റെ കുഞ്ഞ് പൊതച്ച് കിടന്നോട്ടെ. നിങ്ങൾ പറയൂ, ആരാണെങ്കിൽ കഥയിലെ പിതാവോ ഈ സമൂഹമോ? ആർക്കാണ് ബുദ്ധിമാറ്റം സംഭവിച്ചിരിക്കുന്നത്? കഥയിലെ സഹോദരനോ അതോ നമുക്കോ? നന്ദി.